എൻ്റെ പേര് ലിയാന ഫാത്തിമ. ഇതെൻ്റെ അനിയത്തി ഐഷ ജുവ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോവാണ്? പൊട്ടാറ്റോ 65. അതെ, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് പൊട്ടാറ്റോ 65 ആണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പൊട്ടാറ്റോ 65 റെഡിയാക്കി എടുക്കാം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേരിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ലിനൂസ് കിച്ചൺ എന്നുള്ളത് ലിനൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പൊട്ടാറ്റോ 65 റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. പൊട്ടാറ്റോ 65 റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു 250 ഗ്രാം പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് പൊട്ടാറ്റോ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ പൊട്ടാറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം പൊട്ടാറ്റോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ ഒരു വേവാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ പൊട്ടാറ്റോയിലുള്ള വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊട്ടാറ്റോ ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി പൊട്ടാറ്റോയിൽ കുറച്ച് മസാല കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് നടുഭാഗം കീറി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൊട്ടാറ്റോ 65 ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു.